നേരത്തെ ഞാൻ പറഞ്ഞത് മറക്കരുത്. ഹജ്ജ് മഖ്ബൂലാവലുണ്ട്, മർദൂദാവലുണ്ട്. തീരെ തന്നെ സ്വീകാര്യമാവാതെ അവിടെ എത്തിയിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ, പടച്ച റബ്ബേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ലാ ലബ്ബൈക വലാ സഅദൈക്, നിന്റെ വിളി, നിന്റെ ഉത്തരം ഇവിടെ ആവശ്യമില്ല, പോകൂന്ന് പറയുന്ന പ്രത്യേകമായ അവസ്ഥയൊക്കെ ഉണ്ട്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ടാണ് ചില മഹാന്മാരൊക്കെ ലബ്ബൈക്ക് ചെല്ലുമ്പോൾ ബോധം കിട്ടത്. ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല, പിന്നെ നമുക്കൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. പറഞ്ഞു വെച്ച സ്ഥിതിക്ക് ഞാൻ പൂർത്തീകരിക്കാം. അലി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പേരക്കുട്ടി ഹജ്ജിന് പോവാൻ വാഹനപ്പുറത്ത് ഇറങ്ങി കയറിയിരുന്നു. ഇറാമൊക്കെ കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ലബ്ബൈക്ക തുടങ്ങുകയാണ്. ശരീരമാസകലം വിറച്ചു, മഞ്ഞളിച്ചു. അദ്ദേഹം മോഹാലിസപ്പെട്ടു. വെള്ളമൊക്കെ കുടഞ്ഞ് സഹയാത്രികർ അദ്ദേഹത്തെ പിന്നെയും എഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ കയറ്റിയപ്പോൾ അവരന്വേഷിച്ചത് സ്വാഭാവികം, എന്ത് പറ്റിയെന്ന്. മഹാനുഭാവം പറഞ്ഞത് ഞാൻ ആലോചിച്ചു പോയി. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അഹുദരായിട്ടല്ല ഈ ഹാജിമാർ അവിടെ എത്തുന്നത്, ക്ഷണിച്ചിട്ടാണ്. പടച്ച റബ്ബ് ക്ഷണിക്കാൻ വേണ്ടി തൻ്റെ ഖലീലിനെ ഏൽപ്പിച്ചതാണ്. മഹാനുഭാവൻ ചോദിച്ചു, ഈ മൊട്ടക്കുന്നുകൾ മാത്രമുള്ള ഭൂമികയിൽ വെച്ച് ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ്? വിളിക്കൂ, ഞാനത് കേൾപ്പിക്കുമെന്ന് റബ്ബ് വാഗ്ദാനം ചെയ്യുന്നു. ആ വിളി കേട്ടവരാണ് റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകുന്നത്. മഹാനുഭാവൻ പറഞ്ഞു, ഞാൻ ലബ്ബൈക്ക പറയാണ്, പടച്ചോനെ നിന്റെ വിളിക്കതാ ഞാൻ ഉത്തരം നൽകി വന്നിരിക്കുന്നു. ഞാനെങ്ങാനും ലബ്ബൈക്ക പറയുമ്പോൾ ലാ ലബ്ബൈക വലാ സഅദൈക, നിന്റെ ലബ്ബൈക്ക ഇവിടെ ആവശ്യമില്ല, നിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഇവിടെ ആരുമില്ല, പൊയ്ക്കോളൂ എന്ന് എന്നെ എങ്ങാനും തടഞ്ഞു വെക്കുമോ, എന്നെ എങ്ങാനും ഉപേക്ഷിക്കുമോ എന്നോർത്തപ്പോൾ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഹജ്ജിൽ പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ മഹാനുഭാവൻ ബോധം കെട്ടതും ഇவ்விധം പ്രത്യേകമായ അവസ്ഥ പ്രാപിച്ചതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ മർദൂദായ ഹജ്ജ് അത് മറ്റൊരു സംഗതിയാണ്. മഖ്ബൂലാകുമ്പോൾ തന്നെയും അത് മബ്റൂറായ രീതിയിലേക്ക് മാറുക. എങ്ങനെ? ഹജ്ജിന്റെ യഥാർത്ഥ ലക്ഷ്യം ഉൾക്കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോയി അത് പൂർണ്ണമായും നേടി. നേരത്തെ ഹദീസിൽ ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്തതാണ് ഹദീസ്. ആ ഹദീസിൽ പറയുന്നത് പോലെ ഉമ്മ ജനിച്ച ദിനത്തിലുള്ള വിശുദ്ധിയോടുകൂടെ മടങ്ങി വരാൻ പറ്റുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹജ്ജാവുന്നത്. മറ്റുള്ളത് ചടങ്ങുകളായി പോകും.